ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടിനൊക്കെ കുട്ടികൾക്കും അതേപോലെ വലിയവർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡാണ്. ചൂടൊക്കെ ആയ ടൈമിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല കൂളിങ് കിട്ടുന്ന അടിപൊളി ഫ്രൂട്ട് സലാഡാണ്. അതിൽ സൂപ്പർ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, നമുക്ക് ചൂടിനെ ശമിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇനി നമുക്ക് വേഗം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു പാനിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് ഒന്ന് അലിയുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അലിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് അലിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതിൻ്റെ പുളിയൊക്കെ എന്താ പറയുക, പൈനാപ്പിളിലൊരു പുളിപ്പുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കണം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പൈനാപ്പിൾ ഈ ഒരു നമ്മൾ ഫ്രൂട്ട് സലാഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. പച്ചക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഇട്ടാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ. നമുക്ക് ചൂടാറാൻ വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് 2-2.25 കപ്പോളം പാലൊഴിക്കാം. 250 ml 2.25 കപ്പോളം പാലൊഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 മുതൽ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് തിളക്കാനായിട്ടുണ്ട്. നമുക്കപ്പോൾ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് എടുക്കാം നമുക്ക്. ഞാനിപ്പോൾ വാനില ഫ്ലേവർ കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് വാനില ഫ്ലേവറാണ്. ഇനി നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള പാലല്ല, സാധാ നോർമൽ ടെമ്പറേച്ചറുള്ള പാലാണ്. ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് ഇതിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറുകി വരും. അപ്പോൾ നമ്മൾ കുറുകൽ എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്തണം. ഞാനിപ്പോൾ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എത്ര അളവ് എന്ന്. ഒരു പാകത്തെ കുറുകലാകുമ്പോൾ നിൽക്കണം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ആ ഒരു പാലിൻ്റെ അളവിന് കുറുകി വരുമ്പോൾ നമുക്ക് 2-2.25 സ്പൂണോളം കസ്റ്റാർഡ് കലക്കിയത് വേണം. അപ്പോഴാണ് ആ കറക്റ്റ് അളവ് കിട്ടുന്നത്, നമ്മളൊരു കുറുകൽ കിട്ടുന്നത്. ഇനി അത് നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇത് സാഗോയാണ്, ചൗവരി എന്ന് പറയും. ചൗവരിയാണ് നമ്മൾക്ക് നല്ലതാണ്, ശരീരത്തിന് നല്ല ഗുണമുള്ളതും നല്ല തണുപ്പ് തരുന്നതാണ് ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചൗവരി ഞാനിപ്പോൾ വേവിച്ചെടുത്തതാണ്, കുക്കറിലിട്ട് 2 വിസിലടിച്ചെടുത്തതാണ്. ഇനി ഞാൻ ആ ചൗവരി ഉടഞ്ഞു പോകരുത് കേട്ടോ, വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്. ഇതേപോലെ കുരുകുരായിട്ട് കിട്ടണം. അതൊന്ന് ഇതേപോലെ 2-3 പ്രാവശ്യം സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ പശയൊക്കെ പോയിട്ട് ചൗവരി മാത്രമായിട്ട് കിട്ടും സാഗോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം കുറുകി വന്ന് തണുത്തതാണിത്. ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചല്ല, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ചൗവരി ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണോളം ചൗവരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ചൗവരി ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് മാങ്ങയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഒരു 2 മാങ്ങയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ആപ്പിള്, ഏത്തപ്പഴം 2 ചേർക്കുന്നുണ്ട്. ഏത്തപ്പഴം കൂടുതൽ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എനിക്ക് ആ ഒരു കസ്റ്റാർഡിനകത്ത് ഏത്തപ്പഴം സൂപ്പറാണ്. ഏത്തപ്പഴം കൂടുതൽ ഞാൻ അതിനകത്ത് ചേർക്കാറുണ്ട് സാധാരണ. പിന്നെ മുന്തിരി നല്ല മധുരം ഉള്ളത് നോക്കി ചേർക്കാം. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ പൈനാപ്പിൾ
വിളയിച്ച് വെച്ചിരുന്നല്ലോ പഞ്ചസാരയിൽ, അത് ചൂടാറിയിട്ട് വേണം ചേർക്കാൻ. ചൂടോടെ ഒന്നും ചേർക്കരുത്. പിന്നെ ആ കസ്റ്റാർഡ് കലക്കിയ പാലും ചൂടുണ്ടാവരുത്, എന്താ പിരിഞ്ഞ് പോവുള്ളൂ. നമ്മൾ ചെറുതായിട്ട് പുളിയുള്ള മാങ്ങയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പിരിഞ്ഞ് പോവുള്ളൂ. അതുകൊണ്ട് ഒന്നും അങ്ങനെ പുളിയുള്ളത് ചേർക്കരുത്, മധുരമുള്ളത് ചേർക്കുക. അതുപോലെ നല്ല തണുത്തതിന് ശേഷം മാത്രം ചേർക്കാൻ നോക്കുക. ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ചേർക്കാം. ഇതേ നമ്മളെ പൊമഗ്രൈന്, മാതള നാരങ്ങ അതും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ടൈറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് ലൂസായി പോകും. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റിൽ എടുത്താൽ കറക്റ്റ് തിക്നെസ്സിനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അടിയിൽ നിന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു ചവ്വരി അടിയിലുണ്ടാവും, അതും കൂടി വരാൻ വേണ്ടിയിട്ട്. ഞാനധികം എടുക്കുമ്പോഴും ഒരുപാട് പഴം ഇടാൻ നോക്കും. പഴം ഇടുന്നത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മോൻക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഫ്രൂട്ട്സ് ഒന്നും ഫുള്ളായിട്ട് തിന്നൂല. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഓന് ഫ്രൂട്ട്സൊക്കെ അതിലുള്ളതൊക്കെ തിന്നുള്ളൂ. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ നമുക്ക് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡെക്കറേഷനായിട്ട് ഈ ഒരു പൊമഗ്രൈനും കൂടി മേളിലിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.